ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. രാജ്യത്തെ ഗോത്രവർഗ്ഗങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ജാർഖണ്ഡിലെ ഗുംല ജില്ലയിൽ നടന്ന അന്തർ രാജ്യ ജനസംസ്കൃതി സമാഗം സമരോ കാർത്തിക് ജാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവർഗ നാടോടി പൈതൃകങ്ങളുടെ വൈവിധ്യം ആഘോഷിക്കുന്ന പ്രമുഖ സാംസ്കാരിക ഉത്സവമാണ് കാർത്തിക് ജാത്ര. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം രാജ്യത്തിന് തിളങ്ങുന്ന മാതൃകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സുപ്രധാന സ്ഥാനമാണുള്ളതെന്നും രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് യുവതലമുറയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മാർ ഇവാനിയോസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി സമാപന ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. The broader context of Kerala's significant role in shaping India's educational landscape is remarkable. This is a state which has achieved 100% literacy not now, long back, as the first state in the whole of the country. We all are proud of Kerala. Education is central to the vision of Viksit Bharat of our country and the National Education Policy 2020. At a time when the world is grappling with uncertainty, the role of education institution is vital. സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിൽ മികച്ച വികസനമാണ് അടിസ്ഥാന തലത്തിലും അക്കാദമിക തലത്തിലും നടന്നത്. മാർ ഇവാനിയോസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനമേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 93ാമത് ശിവഗിരി തീർത്ഥാടനം വർക്കലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സാമൂഹിക ഐക്യത്തിനായി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച മഹത് വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരുവെന്നും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നത് മഹത്തായ മുദ്രാവാക്യമാണെന്നും ശ്രീ CP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. പുതുതലമുറ ഭരണ പരിഷ്കാരങ്ങളിലൂടെ ഇന്ത്യ ആഗോള ശ്രദ്ധാ കേന്ദ്രമായി വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ലോകം ഇന്ത്യയെ പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് കാണുന്നതെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യപുരോഗതിക്ക് ആക്കം കൂട്ടിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2026-27 കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നിതി ആയോഗിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായും വിവിധ മേഖലകളിലെ വിദഗ്ധരുമായും ആശയവിനിമയം നടത്തി. സാമ്പത്തിക ആസൂത്രണത്തിന്റെ അടുത്ത ഘട്ടത്തിനായി സർക്കാർ തയ്യാറെടുക്കുമ്പോൾ നിതി ആയോഗിലെ ആശയവിനിമയം വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ ആരോഗ്യമാനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന പേരിൽ ആരോഗ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിൻ ജനുവരി 1 രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പയിനിന്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് ഡിസംബർ 26 ആരംഭിച്ച് വിവിധ ജില്ലകളിലൂടെ സഞ്ചരിച്ച് തിരുവനന്തപുരത്തെത്തുന്ന വിളംബര ജാഥയുടെ സമാപനവും ഇതോടൊപ്പം നടക്കും. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. സംസ്ഥാന പോലീസ് സേനയുടെ വിവിധ യൂണിറ്റുകൾക്കായി വാങ്ങിയ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നാളെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം SAP പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ, മറ്റു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിക്കും. സംസ്ഥാനത്ത് 1 മുതൽ 10 വരെയുള്ള 597 ടൈറ്റിൽ പുസ്തകങ്ങളും 11ാം ക്ലാസ്സിലെ 39 ടൈറ്റിൽ പാഠപുസ്തകങ്ങളും കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ ഭാഗമായി തയ്യാറാക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ചരിത്രം, രാഷ്ട്രമീമാംസ, സാമൂഹിക ശാസ്ത്രം എന്നീ 3 പുസ്തകങ്ങൾ കൂടി കേരളം സ്വന്തം നിലയിൽ പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 176 റൺ വിജയലക്ഷ്യം. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 4-0 മുന്നിലാണ്. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിൽ ജനുവരി 12 വോട്ടെടുപ്പ് നടക്കും.
പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. വോട്ടെണ്ണൽ 13-ന് നടക്കും. കയറ്റുമതി കാർഗോ സംഭരണ ശേഷി വർദ്ധിപ്പിച്ച് സിയാൽ. ഇതിന്റെ ഭാഗമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിപുലീകരിച്ച എക്സ്പോർട്ട് കാർഗോ വെയർഹൌസിന്റെ ഉദ്ഘാടനം സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് നിർവഹിച്ചു. ഇതോടെ സിയാലിലെ വാർഷിക കയറ്റുമതി കാർഗോ സംഭരണ ശേഷി 1.25 ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിക്കും. ആലപ്പുഴയിൽ പക്ഷിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പക്ഷികളെ കൊന്നൊടുക്കിയ സ്ഥലങ്ങളിലാണ് ശുചീകരണം നടക്കുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. സന്നിധാനത്തും പരിസര പ്രദേശത്തും കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ പുലർച്ചെ മുതൽ പൂജകൾ ആരംഭിക്കും. മകരവിളക്കനുബന്ധിച്ചുള്ള ദിവസങ്ങളിലെയും തുടർന്നുള്ള കുംഭമാസ പൂജയ്ക്കുമായി ദർശനം നടത്തുന്നതിന് വിർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 14-നാണ് മകരവിളക്ക് മഹോത്സവം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ഭക്തി നിർഭരമാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് തുറന്ന് ദീപം തെളിച്ച് സന്നിധാനത്ത് ആഴിയിൽ അഗ്നി പകർന്നതോടെ തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. ജനുവരി 11-ന് എരുമേലി പേട്ടതുള്ളൽ നടക്കും. പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര ജനുവരി 12-ന് സന്നിധാനത്തേക്ക് തിരിക്കും. 13-ന് പമ്പ വിളക്കും പമ്പ സദ്യയും നടക്കും. ജനുവരി 14-നാണ് മകരവിളക്ക് മഹോത്സവം. അന്ന് വൈകിട്ട് തിരുവാഭരണം ചാർത്തി അയ്യന് ദീപാരാധനയും തുടർന്ന് മകരജ്യോതി ദർശനവും മകരവിളക്കും നടക്കും. മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കി ജനുവരി 20-ന് രാവിലെ 6:30-ന് നടയടയ്ക്കും. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്താൻ ഹൈക്കോടതി അനുമതി നൽകി. CI റാങ്കിലുള്ള 2 പേരെയാണ് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തുന്നത്. സംസ്ഥാന സർവകലാശാലകളിലെ സ്ഥിരം ഗവേഷണ വിദ്യാർത്ഥികൾക്കായുള്ള CM റിസർച്ചർ സ്കോളർഷിപ്പ് വിതരണം നാളെ. തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ നടക്കുന്ന പരിപാടി മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. പുതുവത്സര ആഘോഷം പ്രമാണിച്ച് താമരശ്ശേരി ചുരത്തിൽ നാളെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. ചുരത്തിലെ കടകൾ നാളെ വൈകിട്ട് 7 മണിക്ക് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകി. ചുരത്തിൽ കൂട്ടം കൂടാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല. പുതുവത്സരം ആഘോഷിക്കാൻ കൊച്ചി കാർണിവലിനെത്തുന്നവർ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് കൊച്ചി കോർപ്പറേഷൻ മേയർ VK മിനിമോൾ. പോലീസ് വകുപ്പിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും മേയർ പറഞ്ഞു. ചലച്ചിത്ര താരം മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മുൻ ധർമ്മടം MLA KK നാരായണൻ അന്തരിച്ചു. തലശ്ശേരി സ്കൂളിൽ ഒരു പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. പത്തനംതിട്ട റാന്നി ചിറ്റാറിൽ കിണറ്റിൽ വീണ കടുവയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ പുറത്തെത്തിച്ചു. തുടർന്ന് ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വൈദ്യപരിശോധന നടത്തിയ ശേഷമായിരിക്കും കടുവയെ തുറന്നുവിടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പിന് അടുത്ത മാസം 7-ന് തുടക്കമാകും. പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ സമാപിച്ച സംസ്ഥാന സെൻട്രൽ സ്കൂൾ കായിക മേളയിൽ തൃശൂർ ഓവറോൾ കിരീടം സ്വന്തമാക്കി. 13 സ്വർണവും 11 വെള്ളിയും 9 വെങ്കലവുമടക്കം 278 പോയിന്റാണ് തൃശൂർ നേടിയത്. NCC റിപ്പബ്ലിക് ദിന ക്യാമ്പ് ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 2400-ലധികം NCC കേഡറ്റുകൾ 2026-ലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കും. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പേർ ഇത്തവണ പങ്കെടുക്കുന്നുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഭാരത് ഇന്റർഫേസ് ഫോർ മണി ഭീം ആപ്പിന് ഇന്ന് 9 വയസ്സ്. 2016-ലാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഭീം പ്രവർത്തനം ആരംഭിച്ചത്. ഈ വർഷം ഡിസംബർ 28 വരെ 64,000 കോടി രൂപയിലധികം മൂല്യം വരുന്ന പണമിടപാടുകൾ ഭീം വഴി നടന്നതായി NPCI അറിയിച്ചു. ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർപേഴ്സണുമായ ഖാലിദ സിയയുടെ മരണത്തെ തുടർന്ന് രാജ്യത്ത് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഖാലിദ സിയയുടെ സംസ്കാര ചടങ്ങിൽ നാളെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള പരീക്ഷാ പേ ചർച്ചയുടെ 9ാമത് പതിപ്പിന്റെ രജിസ്ട്രേഷൻ 2,92,00,000 കടന്നു. 6 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ജനുവരി 11 വരെ MyGov പ്ലാറ്റ്ഫോമിലൂടെ പരിപാടിയിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.